അതിനുശേഷമാണ് ഒരു വിവരം അറിയാൻ ഇടയായത്. അത് 6-ാം തീയതി, 9-ാം തീയതിയാണ് കോറിയിലേക്ക് മാർച്ച് നടന്നത്. 6-ാം തീയതി കോറിയിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപകടം ഉണ്ടായ വിവരം 9-ാം തീയതി മാർച്ച് നടത്തുമ്പോൾ അറിഞ്ഞിരുന്നു ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. സാധാരണ കോറിയിൽ അപകടവും മരണവും ഒക്കെ സ്വാഭാവികമാണ്, അത്രേ തന്നെ അപ്പോഴും കരുതിയുള്ളൂ. പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് ഈ കോറിയുടെ സ്ഥലത്ത് എവിടെയാണോന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല, കോറിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കോറിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണോ അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ റോട്ടിൽ എന്നാണ്, പവനൂർ ചാത്തന്നൂർ റൂട്ടിൽ എന്നാണ് ഈ അപകടത്തിൻ്റെ സംഭവ സ്ഥലം മാസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ FIR കോപ്പി എടുത്തു. അപ്പോൾ ഓറിയൻ്റൽ കോറി പരിസരത്ത് നിന്ന് മാത്രമേ FIRലുള്ളൂ. പക്ഷെ സംഭവ സ്ഥലം കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. സാധാരണ കോറിയിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ കോറി ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ നിർത്തിവെക്കും. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്, ഹിന്ദിക്കാരനാണ് മരിച്ചത്, ഒരു ജീവനക്കാരനാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ഡെഡ് ബോഡി എടുക്കുന്നവരെയൊക്കെ നിർത്തിവെക്കും. ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടന്ന വിവരം ആ നാട്ടിലെ ഒരാൾ പോലും അറിഞ്ഞില്ല. ആ അപകടത്തിന് ശേഷം അവിടുത്തെ തൊഴിലാളികളായ ഹിന്ദിക്കാരുൾപ്പെടെ ആളുകൾ പുറത്തിറങ്ങുന്നില്ല, റോട്ടിലേക്കോ കടയിലേക്കോ ഒന്നും വരുന്നില്ല. ഈ കോറി നിർബാധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത് പുറത്ത് റോട്ടിൽ വെച്ചിട്ടാണ് എന്ന വിവരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന സോഴ്സ്, അവിടുത്തെ നാട്ടിലെ സോഴ്സിൽ നിന്നൊക്കെ മനസ്സിലായത് കോറിക്കകത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ജാക്കി ജാമർ ഉള്ള ട്രാക്ടർ ബാക്കിലേക്ക് ഇറങ്ങി വന്നാണ് 3 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊരാൾ മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉന്നതാധികാരികൾ പോലീസിലെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം, യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. എല്ലാ നിയമങ്ങളും കോറിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. അവിടെ പ്രശ്നം ഇപ്പം എന്താ വെച്ചെങ്കിൽ തിരുമറ്റക്കോട് ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും രണ്ടും SC കോളനി നിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിൽ SC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിന് മുമ്പ് വിളിയുണ്ടായി, ഇങ്ങനെ നമുക്ക് അതിൽ ഇടപെട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കോറി നിർത്താം എന്നുള്ള പല ആളുകൾ വിളിക്കുകയുണ്ടായി ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്ത്. പക്ഷേ എല്ലാവരും ഓരോ വിളിച്ചിട്ടുള്ളൂ ഇതുവരെ. ഇപ്പം എല്ലാം തന്നെ അവരുടെ കൂടെയാണെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ താമസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് വരുന്നത്. കാരണം സൗണ്ട്, ഒരു ബ്ലാസ്റ്റിംഗ് നടത്തുമ്പോൾ തന്നെ അതിഭീകരമായിട്ടുള്ള സൗണ്ടുകളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ലാസ്റ്റാണ് ഇപ്പോൾ തിരുമറ്റോട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് 3 ദിവസമായിട്ട് 3 വീട്ടുകളിലേക്ക് കല്ല് തെറിക്കാനുള്ള ഇടയുണ്ടായത്. അപ്പോൾ മനുഷ്യൻ ജീവന് ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ആ കോറി അവിടെ നിലനിൽക്കുന്നത്.